സങ്കടപ്പെടാനാണെങ്കിൽ ഈ രാത്രി നമ്മുടെ അകത്തും പുറത്തും 100 കാരണങ്ങളില്ലേ? നിങ്ങൾ അഗ്നിപർവ്വതം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. കുന്നംകുളത്ത് ഇല്ല, നമ്മുടെ നാട്ടിലില്ല. പക്ഷെ ഞാൻ പറയും, ഇന്ന് രാത്രി ഈ കസേരകളിൽ ഇരിപ്പുണ്ട്. തിളച്ചു പൊന്തുന്ന ലാവ പോലെ ഉള്ളിൽ സൂക്ഷിക്കുന്ന സമ്മർദ്ദത്തിൻ്റെ വലിയ ചെങ്കടൽ ആരോടും പറയാൻ പറ്റുന്നില്ല. ഇവരോടൊപ്പം നാം മധുരമായി പാടിയില്ലേ? ഒരുമിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൈയടിച്ചില്ലേ? പക്ഷെ അടുത്തിരിക്കുന്നയാളുടെ ചങ്ക് വേഗണത് അറിയാൻ പറ്റുണ്ടോ? ഈ രാത്രി സങ്കടപ്പെടാനും കരയാനുമാണെങ്കിൽ സുഹൃത്തെ, ഒത്തിരി കാരണങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ഓരോരുത്തരും സഞ്ചരിക്കുന്ന അഗ്നിപർവ്വതമാ. ഇതിൻ്റെയൊക്കെ നടുവിൽ നിന്നുകൊണ്ട് ദൈവവചനം തുറന്നു പറയണം. എല്ലാം അത് ഉറക്കെ പറഞ്ഞെങ്കിൽ എനിക്കങ്ങോട്ട് പാനൊക്കെ ഉള്ളൂ. എല്ലാം വേദപുസ്തകം മുഴുവൻ വായിച്ചിട്ടുണ്ടോ? അതൊരു കോവിഡൊക്കെ വന്നപ്പം പലരും എഴുതി വായിച്ചു, നമ്മൾ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറയും, വേദപുസ്തകത്തിലെ ആദ്യത്തെ പേജ് മാത്രം വായിച്ചാൽ മതി. നമ്മുടെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ മച്ചാനെ ജീവിക്കാൻ അത്രയും മതി. വേദപുസ്തകത്തിലെ ആദ്യത്തെ പേജിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വാക്കെന്തെന്നറിയാമോ? നല്ലത്. എന്താണ് നല്ലത്? ലെറ്റ് there be the light. വെളിച്ചം ഉണ്ടാകട്ടെ. നല്ലത്, നല്ലത്. ഇത് നിങ്ങൾ പറയൂ, ഈ നല്ലത് എന്ന് ആരോട് പറഞ്ഞതാ? കർത്താവ്, എനിക്ക് നിങ്ങളെക്കുറിച്ചൊക്കെ ഒരു നല്ല ധാരണയുണ്ട്, കളയരുത്. നല്ലത് എന്ന് ആരോട് പറഞ്ഞതാ? വേദപുസ്തകത്തിലെ ആദ്യത്തെ പേജിൽ ദൈവം ആരോട് തന്നെ പറഞ്ഞു? ദൈവത്തോട് തന്നെ. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സുവിശേഷം എന്താ? ഒരാൾ അയാളെ തന്നെ ആശീർവദിക്കുന്നതാണ്. നമ്മളോട് തന്നെ പറയുകയാണ്, കൊള്ളാം. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതെൻ്റെ വിധിയായി പോയല്ലോ, ഇതിനെ എനിക്ക് തന്നെ വെച്ചിരുന്നല്ലോ, എന്തിനാണിങ്ങനെ, ഈ വീട്ടിൽ തന്നെ വന്നു കയറിയല്ലോ, ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സുവിശേഷം എന്ന് പറയുന്നത്, നമ്മളോട് തന്നെ പറയുക, കൊള്ളാം. അതാണ് ബൈബിളിലെ ആദ്യത്തെ പേജ്. എല്ലാം നല്ലത്, നല്ലത്. അതിൽ വലിയൊരു സുവിശേഷം ഇല്ല. അതാണ് ആദ്യത്തെ പേജ് ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ നാട്ടിലെ ഭാഷ പറയും, സനാതന ധർമ്മം പറയും, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നതെല്ലാം, സംഭവിക്കാനിരിക്കുന്നതും അതും പോകട്ടെ. ജീവിക്കാൻ ബൈബിളിലെ ആദ്യത്തെയും അവസാനത്തെയും വാക്കുമതി. വേദശാസ്ത്രമൊന്നുമല്ല. ഞാനൊരു നിങ്ങളുടെ മനസ്സിൽ കൊളുത്തിയിടാൻ പറയുക. ബൈബിളിലെ ആദ്യത്തെ വാക്കെന്താ? ആദിയിൽ. എന്താണ് ആദിയിൽ എന്ന് പറഞ്ഞാൽ? എന്നാണ്? പണ്ട് എന്ന് പറഞ്ഞാൽ? പണ്ടേക്ക് പണ്ട് എന്ന് പറഞ്ഞാൽ? അറിയില്ല. അതാണ് ഉൽപ്പത്തി 1 മുതൽ 11 വരെ ചരിത്രാതീതം, പ്രീ ഹിസ്റ്റോറിക് എന്ന് പറയും. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ആലോചനകൾക്കും നമ്മുടെ ചരിത്രത്തിനും അപ്പുറമുണ്ട് ഒരു കാലം. അതുകൊണ്ടാണ് കഥ പോലെ പറഞ്ഞത്. 1-ാം ദിവസം 2-ാം ദിവസം കഥ പോലെ പറഞ്ഞെങ്കിലേ കയ്യിലിരിക്കുള്ളൂ. ഇത്രയും ഗഹനമായത്. ആദിയിൽ, ബിയോണ്ട് അവർ ഇന്റലിജൻസ്, ബിയോണ്ട് അവർ ബ്രെയിൻ, ബിയോണ്ട് അവർ കോൺസെപ്റ്റ്സ്, നമ്മുടെ ആലോചനകൾക്കും നമ്മുടെ ചിന്തകൾക്കും അപ്പുറമായൊരു കാലം സൂചിപ്പിക്കാൻ തുടങ്ങിയ വാക്കെന്താണ്? ഉറക്കെ പറ. നിങ്ങൾ എന്നെ മാത്രം ശ്രദ്ധിച്ചേ. എന്താണ്? ആദിയിൽ. ഞാൻ പറയും, അതൊരു വാക്കല്ല, ചില നേരത്തെ നമ്മുടെ അവസ്ഥയാണ്. നമുക്ക് കൂട്ടിയാ കൂടാത്ത, നമുക്ക് പിടുത്തം കിട്ടാത്ത, നമ്മൾ ആലോചിച്ചാൽ എത്തും പിടിയും കിട്ടാത്ത, നമുക്ക് മനസ്സിലാകാത്ത കുറെ കാര്യങ്ങളില്ലേ? ഉണ്ടോ? എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് കുറെ സങ്കീർണതകൾ. അതാണ് ആദിയിൽ. അതൊരവസ്ഥയാ, നമുക്കറിയില്ല, മനസ്സിലാവുന്നില്ല. വൈ മീ?
ദൈവമേ എന്താ എനിക്കിങ്ങനെ, എൻ്റെ വീട്ടിൽ എന്താ ഇങ്ങനെ ഇല്ലേ? പോട്ടെ, അത് ഇത്തിരിയുടെ സിമ്പിളായിട്ട് നിങ്ങളോട് പറഞ്ഞാൽ, ബൈബിളിലെ ആദ്യത്തെ അക്ഷരം എന്താ? നീട്ടി ഒന്ന് പറയൂ. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അത് തന്നെ. ആ അകാരത്തിന്റെ അർത്ഥം എന്താണ്? എടി അവൾ അവിടെ പോയി. അവൻ എന്തിയേ? അതെ, ഒരാളുടെ അറിവില്ലായ്മയും നിസ്സാരതയും നിസ്സഹായതയും സൂചിപ്പിക്കാൻ അയാൾ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ ശരീരഭാഷയാണ് എന്താണ്? ഈ ഇരിക്കുന്ന കുറെ മനുഷ്യരുടെ ജീവിതത്തിൽ ഇപ്പൊ ഇതുണ്ട്. എന്താ? എന്തുകൊണ്ടാ? എങ്ങനെയാ? അല്ലേ? വായിങ്ങനെ തുറന്നിട്ടൊരു അറിവില്ലായ്മയുടെ കാലാണ്. ഇതിന്റെ ഉത്തരം എന്താ? നമുക്ക് പിടുത്തം കിട്ടാത്ത, നമുക്ക് മനസ്സിലാകാത്ത, നമുക്കങ്ങോട്ട് പിടിതരാത്ത കുറെ ജീവിതത്തിന്റെ സമസ്യകളുടെ പൂരണം. ഉത്തരം എന്താ? ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഏതാണെന്നറിയാം? ബൈബിളിലെ അവസാനത്തെ പദം എന്താണ്? ഉറക്കെ പറയൂ. ഇന്ന് മെല്ലെ പറയുന്നവർക്ക് സ്ഥാനമില്ല. ഉറക്കെ പറയണം. എന്താണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ അല്ലേ? അപ്രകാരം അതും ഞാനൊരു ഏറ്റവും ചെറിയ ഭാഗം പറഞ്ഞ എന്താണ്? ഒന്നിരുത്തി മൂളിക്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അത് കൺസെന്റ് ആണ്. ഒരാൾ സമ്മതം അറിയിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ ഭാഷയാണ് നമ്മുടെ ചില ആണുങ്ങളൊക്കെ വീട്ടിനകത്ത് ചിലപ്പോൾ വലിയ മിണ്ടലൊന്നുമില്ല, നാട്ടിപ്പുപ്പുലിയ, വീട്ടിനകത്ത് ഞെരക്കോ മൂളലും ഒക്കെ കാണും ചില നേരത്ത്. അച്ഛാ ചോറ് മതിയോ? എന്നാ പിന്നെ കൊച്ചിനെ കെട്ടിച്ചെടുത്തോട്ടെന്നൊന്ന് പോവാം. അത്രേ ഉള്ളൂ, മാക്സിമം അത്രേ ഉള്ളൂ. അത് കൺസെന്റ് ആണ്, സമ്മതമാണ്. അപ്പോൾ ആദ്യത്തേതേതാ? അവസാനത്തേതേതാ? ഇത് കുട്ടികൾക്കൊക്കെ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് രണ്ടും കൂടെ നിങ്ങളൊന്ന് ഉച്ചരിച്ച് ഒരുമിച്ച് പറഞ്ഞേ. ഒരുമിച്ച് പറയൂ. അതെങ്ങനെ പറയും? അത് നമ്മുടെ നാടിൻ്റെ അന്തരീക്ഷത്തോട് ചോദിച്ചാൽ മതി. അവർ പറയും നിസ്സഹായത, ആദി, ഇനി മദ്യം, പൂർണ്ണത, അന്ത്യം, പരബ്രഹ്മത്തെ അങ്ങനെ വിളിക്കും. ഞാൻ ആൽഫയും, അത്രേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും ആദിയും അന്ത്യവും, എല്ലാ പൂട്ടുകൾക്കും താക്കോലുള്ള, എല്ലാ താഴുകൾക്കും താക്കോലുള്ള, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുള്ള ഒരാൾ നമ്മുടെ മുകളിലുണ്ട്. ജീസസ് ഈസ് ദ ആൻസർ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ നിസ്സഹായതകൾക്കും, അറിവില്ലായ്മകൾക്കും, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കും എൻ്റെ ചങ്ങാതിമാര് ഒറ്റ ഉത്തരമേ ഉള്ളൂ: ആമേൻ. ആയിക്കോട്ടെ. ഇന്ന് സന്ധ്യയ്ക്ക് നമ്മൾ ഈ നമസ്കാരത്തിന് എത്ര ആമേൻ പറഞ്ഞു? 10-20 എണ്ണമെങ്കിലും പറഞ്ഞിട്ടുണ്ട്. വെറുതെ പറഞ്ഞതല്ലേ? സത്യം പറയണം. ഒരു കാര്യമില്ലാതെ പറഞ്ഞതല്ലേ? രാവിലെയും കൊട്ടക്കണക്കിന് പറഞ്ഞിട്ടാണ് വൈകിട്ട് വന്നിറങ്ങി ഞായറാഴ്ച. സത്യത്തിൽ പള്ളിക്കകത്തെ ആമേനല്ല, പുറത്തു ചില ആമേനുകളുണ്ട്. തോറ്റ പരീക്ഷയോട് ആമേൻ, മുടങ്ങിപ്പോയ കല്യാണത്തോട് ആമേൻ, ചില ബ്രേക്കപ്പുകളോട് ആമേൻ, നടക്കാത്ത ചില ആലോചനകളോട്. എന്താരും ഉറങ്ങിപ്പോയോ? നമ്മളിപ്പോ നിന്റെ ഇഷ്ടമാണല്ലോ എന്ന് പറയുന്നതിന് അടിച്ച ലോട്ടറിയോടാണ്, നടന്ന കല്യാണത്തോടാണ്. ഇത് തമ്പുരാന്റെ ആലോചനയാ. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ പ്രിയ കുഞ്ഞേ, സുഹൃത്തെ, ജീവിതത്തിന്റെ മുറിവുകളോട്, ചില മനസ്സിലാകാത്ത കാര്യങ്ങളോട്, മക്കളുടെ കാര്യമാകാം, വീടിന്റെ കാര്യമാകാം, സ്വയാനാമേൻ ഒരു ആമേൻ പറയാൻ പറ്റുമോ? നിങ്ങളോടാണ്. അപ്പൊ ഇപ്പൊ ഇടനെഞ്ചിലിരിക്കുന്ന ചില ഭാരങ്ങളില്ലേ, ശബ്ദമുയർത്തി ആ ഭാരത്തോട് ആമേൻ എന്നൊന്ന് പറഞ്ഞേ. കുറച്ചു പേര് ഇങ്ങനെയാണ് പറയണമെന്നില്ല. ആ വേദനയോട്, ഇപ്പോഴുള്ള കണ്ണീരോടിനോട്, ഇപ്പോഴുള്ള നിസ്സഹായതയോട് സയാനാമേൻ ഉറക്കെ. ഇതാണ് സ്പിരിച്വാലിറ്റി. അതുകൊണ്ട് ഞാൻ പറയും, ജീവിക്കാൻ വേദപുസ്തകത്തിലെ ആദ്യത്തെയും അവസാനത്തെയും
വാക്കുമതി. ആമേൻ. ദൈവമേ, നിന്റെ ഇഷ്ടം പോലെ കടക്കുന്ന സപ്ലികളോടും തോറ്റ പരീക്ഷകളോടും എല്ലാ സങ്കടങ്ങളോടും പറയാം. എന്ത്? ആമേൻ. അതാണ് ഈ വചനം നമ്മളോട് പറയുന്നത്. എല്ലാം ഒരു 3 സ്ത്രീകൾ ഉറങ്ങുകയാണ്, ഉറങ്ങാനുള്ള ശ്രമമാണ്. 3 പേര്. നിങ്ങളുടെ കാര്യമല്ല. മർക്കോസ് 16-ാം അധ്യായം. ഞെട്ടരുത്. നിങ്ങൾ ഇടയ്ക്ക് എഴുന്നേറ്റവർക്ക് വീണ്ടും മഗ്ദലക്കാരി മറിയ, പിന്നെ 2 സ്ത്രീകൾ ദുഃഖ ശനിയാഴ്ച രാത്രി ഉറങ്ങാണ്. പക്ഷെ ഉറക്കം കിട്ടുന്നില്ല. കാരണം അവരുടെ ഗുരുനാഥൻ എവിടെയാണ്? കല്ലറയിലാണ്. ആ വെളുപ്പിന് ഒരു ഉറക്കമില്ലാതെ എഴുന്നേക്കാണ്. നിങ്ങൾ എടുക്കല്ലേ, ആ ഭാഗം എടുക്കണ്ട. ഇപ്പം ഞാൻ പറയുമ്പോൾ എടുത്താൽ മതി. എന്നെ നോക്കിയാൽ മതി. സമയം നമുക്ക് വളരെ കുറവാണ്. ഇത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ആ സ്ത്രീകൾക്ക് 2 പ്രതികൂലത ഉണ്ടായിരുന്നു. ഒന്ന്, ഇരുട്ട്. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ. ആ സ്ത്രീകൾക്ക് രണ്ടാമത്തെ ഒരു പ്രതികൂലത ഉണ്ടായിരുന്നു. ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? ഉത്തരവുണ്ടോ? ഇല്ല. നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ കൂട്ടിക്കേ. ഇരുട്ട് പ്ലസ് ഉത്തരമില്ലായ്മ. മുന്നോട്ട് പോവുമോ സുഹൃത്തെ? ഇല്ല. നമ്മൾ ഇരുന്ന് പോവും. എന്നാൽ ആ 2-3 സ്ത്രീകൾ ഇരുട്ടും ഉത്തരമില്ലായ്മയും ഒരുമിച്ച് ജീവിതത്തിൽ വന്നപ്പോ മുന്നോട്ട് പോയി. ഇനി ഒരു ചോദ്യം നിങ്ങൾ പറയണം ഉത്തരം. അവർ ചെന്നപ്പോൾ ആ ഉയർപ്പിന്റെ പ്രഭാതത്തിൽ കല്ല് മാറ്റിയതാണോ മാറിയതാണോ? ഓരൊക്കെ പറയൂ. യെസ്, മാറിയതാണ്. മാറ്റുക എന്ന് പറയുന്നത് ലോകത്തിൻ്റെതാണ്. മാറുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ലോകത്തിന് മാറ്റാൻ പറ്റില്ല. മെനഞ്ഞാന്ന് പീലാത്തോസ് 7 പൂട്ടിട്ട് പൂട്ടിയ കല്ല. ലോകം മാറ്റില്ല. പക്ഷേ ലോകം മാറ്റില്ല എന്ന് പറയുന്ന ചില നിസ്സഹായതകളുണ്ടല്ലോ, അതിൻ്റെ മുന്നിൽ ഇരുട്ടും ഉത്തരമില്ലായ്മയും ഒരുമിച്ച് വന്ന് പകച്ചു നിൽക്കുമ്പോഴുണ്ടല്ലോ, നീ മുന്നോട്ട് പോകാൻ നിന്റെ ദൈവത്തിൽ ബലപ്പെട്ട് തീരുമാനിച്ചാൽ മാറ്റുകയില്ല എന്ന് പറയുന്നതൊക്കെ എന്തായിട്ട് മാറും? പറയൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കാൻ പോണ ഏറ്റവും സങ്കടപ്പെട്ട വാർത്തകളൊന്ന്, ICUവിൻ്റെ വാതിൽ തുറന്നിട്ട് പുറത്ത് കാത്തു നിൽക്കുന്ന നമ്മളോട് ഒന്നും പറയാറായിട്ടില്ല എന്ന ചില വർത്തമാനങ്ങളാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവന് വേണ്ടിയൊക്കെ ചിലപ്പോൾ നമ്മൾ കേണിരിക്കുമ്പോൾ ലോകത്തിനൊന്നും വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ പറ്റില്ല. എന്നാൽ മുന്നോട്ട് പോകുമോ? എല്ലാം നന്മയ്ക്കാണെന്ന് വിചാരിക്കുമോ? അല്ലേ? മാറ്റുകല്ല, മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഈ വചനം നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്. നീ പറയണം കുഞ്ഞേ, നിന്റെ വാടിയ മുഖം കഴുകണം കുഞ്ഞേ, സങ്കടപ്പെടുന്ന നിന്റെ കണ്ണുനീരൊരു തുവാല കൊണ്ട് തുടയ്ക്കണം കുഞ്ഞേ. എന്നിട്ട് പറയണം, എല്ലാം പ്രളയം താണോ എന്നറിയാൻ പ്രാവ് താഴെ പറന്നു വന്നില്ലേ? എന്നിട്ട് തിരികെ പറന്നു പോയപ്പോ ആ പ്രാവിന്റെ ചുണ്ടിൽ എന്തുണ്ടായിരുന്നു? എന്തില? ഒരു ഒലിവില. ഈ 99% എച്ചിലായിരുന്നു മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ശവശരീരങ്ങൾ. ഒരു ഒലിവ് തൈ നാമ്പെടുത്ത് നിൽക്കുമായിരുന്നു. ഈ 99% നെഗറ്റീവിൽ നിന്ന് 1% പോസിറ്റീവ് മാത്രം എടുത്തോണ്ട് ആര് പോയി? പ്രാവ് പോയി. പഴുത്തെളിഞ്ഞ ചുറ്റുപാടുകളിൽ നിന്നും പറന്നു പൊങ്ങിയ പ്രാവിന്റെ ചുണ്ടിലെ പച്ച ഒലിവില പ്രതിസന്ധികളുടെ നടുവിലെ പ്രത്യാശയ. നമ്മളാണെങ്കിൽ ആര് ശരിയല്ല, എവിടെ ശരിയല്ല, നെഗറ്റീവ് മാത്രം. ഇപ്പോൾ ഒരു പേപ്പർ തന്നിട്ട് കെട്ടിയോൻ്റെ 6 കുറ്റം എഴുതാൻ പറഞ്ഞ 9 എണ്ണം നമ്മൾ എക്സ്ട്രാ എഴുതും. അങ്ങേരുടെ ഒരു 4 നന്മ എഴുതാൻ പറഞ്ഞാൽ ആലോചിക്കും, അല്ലേ? അമ്മായിയമ്മ ശരിയല്ല, നാത്തും ശരിയല്ല, ആര് ശരിയല്ല, അല്ലേ? 38 വർഷം, ഇതിപ്പോൾ 37 ആയതേ ഉള്ളൂ. 38 വർഷം ബെത്സയിദ കുളക്കരയിൽ കിടന്ന മനുഷ്യനോട് തമ്പുരാൻ ചോദിച്ചു, എടാ പയ്യനെ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടാ? അയാൾ പറയേണ്ടിയിരുന്ന ഉത്തരം മനസ്സുണ്ട് എന്നാണ്. പക്ഷെ അയാൾ പറഞ്ഞെന്താ?
ഈ വൃത്തികെട്ടവന്മാര്, നിങ്ങളല്ല, കുളത്തിൻ്റെ കാര്യം, ഈ ഒരുത്തം പോലും എന്നെ കുളം കലങ്ങുമ്പോൾ ഇറക്കാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രാർത്ഥന യോഗത്തിലെ അച്ചായനുണ്ട്, ഞങ്ങളുടെ വാർഡിലേ ഉണ്ട്, യവന്മാരെല്ലാം ഇവിടെ കിടപ്പുണ്ട്. പക്ഷെ എന്നെ പായോടെ വലിച്ച് ഈ കുളത്തിൻ്റെ മുമ്പിലോട്ട് വെക്കാൻ ഒരു വൃത്തികെട്ടവനും ഇല്ല. അയാളോട് ചോദിച്ചത് യവന്മാർ നല്ലതാണോ പറ. നമ്മളെക്കാൾ ഒരു വർഷം സീനിയറാണ്. നമ്മുടെ കൺവെൻഷൻ തുടങ്ങുന്നതിന് ഒരു വർഷം മുമ്പേ കടന്നോനാ. നമ്മളിപ്പോൾ 37 അല്ലേ, ഇത് 38. നമ്മളോട് ചോദിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. ഈ 38 കടന്നവനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യം വേണോടാ? അയാൾ പറഞ്ഞത് ഞങ്ങളുടെ ഇടവക്കാർ ശരിയല്ലെന്നാണ്, ഞങ്ങളുടെ അപ്പുറത്തെ പള്ളിക്കാർ. നമ്മൾ അങ്ങനെ പറയുമോ എന്നുള്ളതാണ്. നിനക്ക് വ്യക്തിപരമായ അനുഗ്രഹമാണോ? ഹി ബ്ലെയിം ദ സിറ്റുവേഷൻസ്. അയാളുടെ സാഹചര്യങ്ങളെ പഴിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നമുക്ക് പറയാം, ഒത്തിരി സങ്കടമൊക്കെ നമുക്ക് വരുന്നുണ്ടാവാം. നനഞ്ഞ കണ്ണുമായി ഈ കസേരയിൽ ഇരിക്കുന്നവരുണ്ടാകാം. പക്ഷേ കണ്ണുനീരിനും ചിരിക്കാനറിയാം, കഥനം മറക്കാൻ കഴിഞ്ഞാൽ. പുസ്തകത്തിൽ തപ്പരുത്, ഇല്ല, അതിനകത്തില്ല. കാട്ടുമുളയ്ക്കും പാടാനറിയാം, കാറ്റിൻ ചുംബനമേറ്റാൽ. എന്നെ മനസ്സിലായി? കണ്ണുനീരിനും ചിരിക്കാനറിയാം, കഥനം മറക്കാൻ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ, കണ്ണുനീരിനകത്തൂടെ വെളിച്ചം കടത്തിവിട്ട കണ്ണുനീരിനകത്ത് മഴവില്ല് കാണാം, അല്ലേ? കാട്ടുമുളയ്ക്കും പാടാനറിയാം, കാറ്റിൻ ചുംബനം ഏറ്റാൽ. നമുക്കൊരു പ്രത്യേക കഴിവുണ്ടെന്നറിയാം. സങ്കടങ്ങൾ മാത്രം ഓർത്തു വയ്ക്കാനുള്ളൊരു പ്രത്യേക ഗുണവിശേഷം നമുക്കുണ്ട്. ഉള്ളതല്ലയോ? ഉള്ളതല്ലേ? ഇപ്പം ഈ ഇരിക്കുന്ന കുറേ മനുഷ്യരെ ഞാൻ നോക്കുമ്പോൾ 30 ഡിഗ്രി തല ചരിച്ചു വച്ചിരിക്കുന്നവരുണ്ട്, 45 ഡിഗ്രി ചരിച്ചവരുണ്ട്, ചെരിഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. അയ്യോ പോയേ. സത്യം പറഞ്ഞാൽ നല്ല സാരിയാ ഉടുത്തിരിക്കുന്നത്, നല്ല ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്, പക്ഷെ മുഖം മാത്രം. ഇത്രേ സങ്കടം എൻ്റെ പൊന്നു ചങ്ങാതി ഈ രാത്രി നിങ്ങൾ അർഹിക്കുന്നില്ല. പറയാൻ കഴിയണം. അപ്പാ എല്ലാം നമ്മൾ ഈ സങ്കടം മാത്രം ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ചാർലി ചാപ്ലിൻ, പഴയ കൊമേഡിയനാണ്, ഒരു പ്രഭാഷണം നടത്തുകയാണ് വലിയൊരു സദസ്സിനോട്. ഈ പ്രഭാഷണത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഒരു തമാശ പറഞ്ഞു. അദ്ദേഹം വലിയ തമാശക്കാരനാണല്ലോ. ഈ തമാശ പറഞ്ഞപ്പോ ആളുകളെല്ലാം ചിരിക്കുകയാണ്. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോ ചാപ്ലിൻ അതേ തമാശ പിന്നെയും പറഞ്ഞു. 6-7 പേര് മാത്രമേ ചിരിച്ചിട്ടുള്ളൂ. ചാപ്ലിൻ 5 മിനിറ്റ് കഴിഞ്ഞപ്പോ മുൻപ് പറഞ്ഞ തമാശ പിന്നെയും പറഞ്ഞു. ആരും ചിരിച്ചില്ല. ദുരന്തല്ലേ അത്? അപ്പൊ ചാപ്ലിൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ തമാശ കേട്ടിട്ട് ചിരിക്കാത്തത്? അപ്പോ സദസ്സിൽ ഒരാൾ ചോദിച്ചു, ചാപ്ലിൻ, നിങ്ങൾ വല്ല കൊമേഡിയനൊക്കെ അടിക്കാം, പക്ഷെ ഒരേ തമാശ പിന്നെയും പിന്നെയും കേട്ടാൽ ഞങ്ങൾ എങ്ങനെ ചിരിക്കാനാണ്? ചാപ്ലിൻ ഒന്നും മിണ്ടിയില്ല. ചാപ്ലിൻ്റെ അടുത്ത ചോദ്യമാണ് ഈ പന്തലിലുള്ളത്. ചാപ്ലിൻ പിന്നെ ചോദിച്ചത് എങ്ങനെയാണ്, ഒരേ തമാശയുടെ സന്തോഷം പിന്നെയും പിന്നെയും നിങ്ങൾക്ക് ചിരിയുണ്ടാക്കുന്നില്ലെങ്കിൽ ആ പഴയ ചില സങ്കടങ്ങളുടെ ദുഃഖം പിന്നെയും പിന്നെയും ഓർത്ത് കൂടെ കൂടെ കരയുന്നത് എന്തിനാണ്? എത്ര പേർക്ക് മനസ്സിലായി? നമ്മളും ഇങ്ങനെയാണ്. ആ പഴയ സന്തോഷം കൂടെ കൂടെ ഓർത്ത് ചിരിക്കാനാകുന്നില്ലെങ്കിൽ പിന്നെയും പിന്നെയും പഴയ ദുഃഖങ്ങൾ ഓർത്ത്. ഇവിടെ ഇരിപ്പുണ്ട്, ഒത്തിരി പാർട്ടികൾ ഇരിപ്പുണ്ട്. പഴയത് പിന്നെയും പിന്നെയും എന്നാലും അവൾ എന്നോട് അങ്ങനെ ചെയ്തല്ലോ. കരയാൻ റെഡിയാണ്. 1 2 3 പറഞ്ഞാൽ മതി, അപ്പൊ കരയണം. അതെ, സങ്കടങ്ങൾ മാത്രം ഓർത്തു വയ്ക്കാൻ നമുക്കൊരു പ്രത്യേക കഴിവുണ്ട്. നിങ്ങൾ കേട്ടിട്ടുള്ള കഥയായിരിക്കാം, ഞാൻ ചിലപ്പോൾ ചില വേദികളിൽ പറയുന്നതാണ്.
രണ്ട് കൂട്ടുകാര് ഒരു യാത്ര പോയ കഥയുണ്ട്. രണ്ട് ചങ്ങാതിമാർ പോയ വഴിയിൽ വെച്ച് പിണങ്ങി, ഒരാളെ തല്ലി. അയാളവിടെ ഇരുന്നു. തല്ലുകൊണ്ടവൻ ഇത്തിരി നേരം പിണങ്ങിയിരുന്നപ്പോൾ തല്ലുകൊണ്ടവൻ അവിടെ വിരല് കൊണ്ട് മണലിൽ ഇങ്ങനെ എഴുതി, ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ തല്ലി. അവർ പിന്നെയും യാത്ര പോയി. അവർക്കൊരു പുഴ കടക്കണം. പുഴയുടെ മധ്യേ അവർക്ക് പിണക്കാണല്ലോ ഇപ്പോ. പുഴയുടെ മധ്യ ഒരു കല്ലിൽ തട്ടി മുമ്പേ തല്ലുകൊണ്ട ആള് വീഴാൻ തുടങ്ങി. അപ്പോൾ തല്ലിയ ആൾ ഇപ്പൊ പിണക്കം മറന്ന് താങ്ങിപ്പിടിച്ചു. അവരെ കല്ലിൽ ഇരിക്കുകയാണ് ചെറിയൊരു ചിരിയോടെ. അപ്പൊ ഈ മനുഷ്യൻ പിന്നെ തൻ്റെ തോളിൽ നിന്ന്, സഞ്ചിയിൽ നിന്നൊരു ചെറിയ ഒരു കമ്പി കഷണം എടുത്ത പാറയിൽ ഇങ്ങനെ വരച്ചെഴുതി, ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ താങ്ങി. ഒരു 2 മണിക്കൂർ മുമ്പ് വഴിയിൽ മണലിൽ ഇയാൾ എന്താണ് എഴുതിയത്? വിരലുകൊണ്ട്, ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ തല്ലി. ഇപ്പോഴ് കമ്പി കൊണ്ട പാറയിൽ എന്തെഴുതി വെച്ചു? ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ. ഈ കഥ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഈ കഥയുടെ അർത്ഥം എന്താ? സങ്കടങ്ങൾ മണ്ണിലെഴുതാം, മൗന ദുഃഖങ്ങളെ മണ്ണിലെഴുതാം, അനുഗ്രഹങ്ങൾ കല്ലിലെഴുതാം, മാഞ്ഞിടാതെ കല്ലിലെഴുതാം എന്ന് പറഞ്ഞാൽ സങ്കടങ്ങൾ മണ്ണിലെഴുതാം. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ തലയെങ്കിലും ഒന്ന് അനക്ക, കുലുക്ക്. അതിപ്പോ ഇങ്ങനെ കുലുക്കണോ ഇങ്ങനെ കുലുക്കണോ എന്നുള്ള കൺഫ്യൂഷനാണ്. സങ്കടങ്ങൾ മണ്ണിലെഴുതാം, മൗന ദുഃഖങ്ങളെ മണ്ണിലെഴുതാം, അനുഗ്രഹങ്ങൾ കല്ലിലെഴുതാം, മാഞ്ഞിടാതെ കല്ലിലെഴുതാം. കേട്ടില്ലേ? അങ്ങനെ എഴുതുന്നോണ്ടുള്ള ഗുണം എന്താണ്? മുറിവുകൾ മാരകമാണെങ്കിലും അതിൻ നോവുകൾ മണ്ണിലേ എഴുതാവൂ നീ. നമ്മളെ വേദനിപ്പിച്ചവരുണ്ട്, നമ്മളെ കരയിപ്പിച്ചവരുണ്ട്, നമ്മളെ സങ്കടപ്പെടുത്തിയവരുണ്ട്. എന്താ? മുറിവുകൾ മാരകമാണെങ്കിലും അതിൻ നോവുകൾ മണ്ണിലേ എഴുതാവൂ നീ. അങ്ങനെ എഴുതിയാൽ സങ്കടങ്ങൾ വൻതിരയായി വന്നു ചേരിലും. അല്ലേ? മണ്ണെഴുത്തു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കാറ്റുവീശിയാൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശ്വാസമൂതിയാൽ മണ്ണെഴുത്തു മാഞ്ഞു പോകും. ഓ, പിന്നെ നീ അതോർക്കുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്താ മണ്ണിൽ എഴുതിയാൽ? എന്നാ? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കാറ്റുവീശിയാൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശ്വാസമൂതിയാൽ മണ്ണെഴുത്തു മാഞ്ഞു പോകും. ഓ, പിന്നെ നീ അതോർക്കുകയില്ല. മനസ്സിലായില്ലേ? ഇനി കല്ലിലെഴുതിയാലോ? അനുഗ്രഹമേറ്റവും ചെറുതാകിലും അതിൻ ഓർമ്മകൾ കല്ലിലേ എഴുതാവൂ നീ. ചെറിയ കാര്യങ്ങളായിരിക്കാം നന്മകൾ, അത് കല്ലിലെഴുതിയാൽ സങ്കടങ്ങൾ വൻതിരയായി വന്നു ചേരിലും, സർവശക്തിയും തകർന്നു വീണു പോകിലും കല്ലെഴുത്തു ശക്തി നൽകിടും. ഓ, ആത്മസാക്ഷ്യമായി മാറിടും. കിട്ടുന്നുണ്ടോ കഥയും പാട്ടുമൊക്കെ? സങ്കടങ്ങൾ എൻ്റെ കൂടെ ചുമ്മാ പാടിക്കോളുന്നേ, നല്ല പാട്ടാണല്ലോ നിങ്ങളുടെ. സങ്കടങ്ങൾ മണ്ണിലെഴുതാം, മൗന ദുഃഖങ്ങളെ മണ്ണിലെഴുതാം, അനുഗ്രഹങ്ങൾ
കല്ലിലെഴുതാ മാഞ്ഞിടാതെ, ബുക്കിലെഴുതാം, മാഞ്ഞിടാതെ കല്ലിലെഴുതാ. നമ്മൾ പക്ഷെ സങ്കടങ്ങൾ മാത്രം ഓർത്തു വെച്ചിട്ട് മുഖം വാടിയ മനുഷ്യരായി ഇന്ന് രാത്രി ഉറക്കപ്പറ. റോമാലേഖനത്തെ അടിസ്ഥാനപ്പെടുത്തി എല്ലാം നന്മയ്ക്കായി, എല്ലാത്തിനോടും സയനാമേൻ അല്ലേ എൻ്റെ കർത്താവേ. നമ്മുടെ ദൈവം ആരാ പ്രിയപ്പെട്ടവരെ? എല്ലാത്തിൻ്റെ ഉത്തരവില്ലേ? നമ്മൾ കിടക്കുന്ന കുഴിയുടെ ആഴം ചിലപ്പോൾ കുറയാറില്ല, പക്ഷെ ചില കച്ചിത്തുരുമ്പുകൾ ഇട്ട് തരാറില്ലേ? ഉണ്ടെങ്കിൽ ഒരു യെസ് പറ, യെസ് ഉറക്കെ പറയണം അല്ലേ. കുഴിയുടെ ആഴം കുറയില്ല, നമ്മൾ നടക്കേണ്ട വഴിയുടെ ദൂരം കുറയാറില്ല, പക്ഷേ ചില പാദങ്ങളുടെ ബലം കൂടാറില്ലേ? ഉണ്ടെങ്കിൽ യെസ് പറ, യെസ്. അതെ, നമ്മൾ ചുമക്കുന്ന ഭാരം കുറയാറില്ല പലപ്പോഴും, പക്ഷേ മുതുകിന്റെ ബലം കൂടാറില്ലേ? ഉറക്കെ പറ. നമ്മൾ നടക്കുന്ന വഴിയിൽ ഇരുട്ടിന്റെ ഘനം കുറയുന്നില്ല, പക്ഷെ ചില വഴി വെളിച്ചങ്ങൾ തെളിച്ചു കിട്ടാറില്ലേ? യെസ്. നമ്മുടെ മനസ്സിന്റെ വിങ്ങല് മാറാറില്ല, പക്ഷെ ചുമലിൽ ഒരു കരം തലോടാറില്ലേ? ആ കരത്തിന്റെ പേരാണ് യേശു. പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചു, ഈ ശൂലം മാറ്റണം മാറ്റണം. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, മക്കളെ ശൂലം മാറ്റത്തില്ല, കൃപ കൂട്ടിത്തരാം, എൻ്റെ കൃപ അത്രേ ഉള്ളൂ. ശൂലം മാറ്റത്തില്ല, കൃപ. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ചില സങ്കടോ വേദനയായിട്ടൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ഓർത്തോണം, അത് അപ്പാടെ എടുത്ത് മാറ്റത്തില്ല. ചിലപ്പോ ചില സാഹചര്യങ്ങൾ നമുക്ക് മാറണമെന്നില്ല, പക്ഷെ ഒന്നുണ്ട്, സഹിക്കാനുള്ള, ബലപ്പെടാനുള്ള ഒരു കൃപ ദൈവം തരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദാവീദ് രാജാവിനൊരു പ്രത്യേകതയുണ്ട്. ദാവീദ് രാജാവ് സങ്കടമൊക്കെ വരുമ്പോൾ, കണ്ണീര് പെരുമഴ പോലെ പെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എത്രത്തോളം, എന്താ കേട്ടിട്ടില്ല? ദൈവമേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കുക, എത്രത്തോളം നിന്റെ മുഖം ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും, എത്രത്തോളം എത്രത്തോളം അല്ലേ. പക്ഷെ ഈ ദാവീദ് രാജാവ് ഈ എത്രത്തോളം, ഹൗ ലോങ്, ഈ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അതാ നിസ്സഹായതയാ. എത്രത്തോളം ഒരാളുടെ സങ്കടത്തിന്റെ അടിത്തട്ടിൽ അയാൾ പറയണ വാക്കാണ് എത്രത്തോളം. അതിൻ്റെ കൂടെ ചേർക്കാവുന്ന ഒരു ചിഹ്നം പറയൂ പ്രിയപ്പെട്ട ചുമന്നുടുപ്പിട്ട ഗായക സംഘക്കാരെ. എത്രത്തോളം എന്ന വാക്കിന്റെ കൂടെ ചേർക്കാവുന്ന ചിഹ്നം. നിങ്ങൾ തമിഴ്നാട്ടുകാരാണോ? അല്ലല്ലോ. അപ്പൊ ആ ചിഹ്നം പറ. എത്രത്തോളം. ആഹാ, എത്രത്തോളം. ആരാ പറയണേ? ക്വസ്റ്റ്യൻ മാർക്കാണ്. എത്രത്തോളം. ഗ്രാമർ, ഇപ്പൊ പുതിയ സിലബസ് ഗ്രാമർ ഇല്ല, എൻ്റെ കുഴപ്പമല്ല. എന്നാൽ ഈ ദാവീദ് രാജാവ് ജീവിതത്തിന്റെ കൃപ പൊട്ടി ഒഴുകുമ്പോ, സന്തോഷം പതഞ്ഞൊഴുകുമ്പോ ദാവീദ് പറയുന്ന മറ്റൊരു വാക്കുണ്ട്, ഒരൊറ്റ അക്ഷരം മാത്രമേ മാറ്റുള്ളൂ, ഇത്രത്തോളം. എന്താ? അതിൻ്റെ കൂടെ ഈ ചേട്ടായി പറഞ്ഞ ചിഹ്നം ചേർക്കാം. ഏത്? ആശ്ചര്യ ചിഹ്നം. ഇത്രത്തോളം ദൈവം നടത്തിയല്ലോ, ഇത്രത്തോളം നിർത്തിയല്ലോ, ഇത്രത്തോളം ആക്കിയല്ലോ അല്ലേ. ഇന്ന് രാത്രി ഈ ചുവന്ന കസേരയിൽ ഇതിലേത് വാക്കുമായിട്ടാണ് ഇരിക്കുന്നത്? എനിക്കറിയാലോ ഈ ഇരിപ്പ് കാണുമ്പം എത്രത്തോളം അല്ലേ. ആ ക്വസ്റ്റ്യൻ മാർക്ക്. സ്തോത്ര കാഴ്ചയ്ക്ക് ഒരു പാത്രം അങ്ങോട്ട് വരും, ഇല്ല അച്ഛാ? സ്തോത്ര കാഴ്ച ഇല്ലേ? ഉണ്ട്. ഒരു പാത്രം അങ്ങോട്ട് വരും. ആ പാത്രത്തിനകത്ത് ആ ക്വസ്റ്റ്യൻ മാർക്ക് 3ആയിട്ട് മടക്കിയിടണം. എന്നിട്ട് ഈ വചനവേദിയിൽ നിന്ന് ഒരു ആശ്ചര്യചിഹ്നം എടുത്ത് ചങ്കിനകത്ത് വെച്ചിട്ട് പറയണം, ദൈവമേ ഇത്രത്തോളം നീ. നമ്മൾ ഈ ദൈവം തരാതെ പോയ ഭാരങ്ങൾക്ക് നന്ദി പറഞ്ഞു പഠിക്കണം. നമ്മൾ പലപ്പോഴും അങ്ങനല്ല, കിട്ടിയില്ല കിട്ടിയില്ല എന്നാ പറയാ. ഈ ഉദാഹരണം മോശയെ ദൈവം എലക്ട് ചെയ്തപ്പോ മോശ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ വേറെ ആരെങ്കിലും ഉണ്ടോന്നൊന്ന് നോക്കൂ ഞങ്ങളുടെ ഇടവകയിൽ, എന്നെ കൊണ്ട് പറ്റുകയില്ല, ഞാൻ എന്നാ പറഞ്ഞാലും ബബബബാണ്, വിക്കാണ് എനിക്ക്, അങ്ങോട്ട് സംസാരിക്കാനൊരു സുഖമില്ല. ആര് പറഞ്ഞതാണ്? മോശ. അപ്പൊ ദൈവം പറഞ്ഞു, മോനെ നിന്റെ വിക്ക് ഞാൻ ഇന്ന് വൈകിട്ട് മാറ്റാം. പറഞ്ഞോ. പുറപ്പാട് 4:11 ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ ആണ്. ദൈവം ചോദിക്കുന്നു, എന്താ മക്കളെ, മനുഷ്യന് വായ കൊടുത്തത് ആരടാ? ഊമനെയും ചെകിടനെയും ഉണ്ടാക്കിയത്. ഇത് കേട്ടപ്പം മോശ നോർമലായി, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ?
മോശ പറഞ്ഞത് എനിക്ക് സംസാരിക്കുമ്പോൾ എന്നാ ഉണ്ട്? വിക്കുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമെന്ന് തോന്നുന്നു മോശയ്ക്ക് വിക്കുള്ള കാര്യം. അല്ല, അറിയാം, നേരത്തെ അറിയാം. എനിക്ക് വിക്കുണ്ടെന്നാണ് പറഞ്ഞത്. പരാതി ഇത്രയേ ഉള്ളൂ, എനിക്ക് സംസാരിക്കാനൊരു സുഖമില്ല. ദൈവം തിരിച്ചു ചോദിച്ചത്, ഊമൻ ഉണ്ട്, നിനക്കറിയാമോ? ചെകിടൻ ഉണ്ട്, നിനക്കറിയാമോ? മനുഷ്യന് വായ കൊടുക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ വിക്കിന്റെ പരാതി പറഞ്ഞവൻ ഊമനെ കുറിച്ച് ഓർത്തപ്പോ നോർമലായി. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് നോർമൽ അല്ലെന്ന് എനിക്കറിയാം, വേറെ അർത്ഥമല്ല, അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ വേറെ ബൊളീവിയ, ആംസ്റ്റർഡാം തുടങ്ങിയ രാജ്യങ്ങളിലെ കാര്യമാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും നമുക്കിന്നത് ഇല്ല എന്ന് പരാതിപ്പെടുക. എന്നാൽ നമ്മളെക്കാൾ ഭാരമുള്ളവരിലേക്ക് നോക്കിക്കേ. ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാൻ പറ്റും. മോശയെ ദൈവം നോർമലാക്കിയത് നമ്മുടെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ മൂവാ. അങ്ങനെയൊക്കെ പറഞ്ഞാലേ പിള്ളേർക്ക് അറിയുള്ളൂ. ഒരു സൈക്കോളജിക്കൽ മൂവാണ്. മറ്റു ഭാരങ്ങൾ ആലോചിച്ചപ്പോൾ ഈ ബൈബിളിൽ നമുക്ക് ധ്യാനിക്കാൻ ഏറ്റവും പറ്റിയ ഒരു തീമുണ്ട്. എന്തെന്നറിയാം? കൗണ്ടർ ക്വസ്റ്റ്യൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മറുചോദ്യങ്ങൾ. ഒരിക്കൽ ഒരു വള്ളം ഗലീല തടാകത്തിൽ കൂടെ പോവാണ്. 13 പേർ, കർത്താവും 12 ശിഷ്യന്മാരും. നടുക്കെത്തിയപ്പോൾ നമ്മുടെ തമ്പുരാൻ ഒരു ഡയലോഗ് പറഞ്ഞു. പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിക്കണം. മാവ് എന്ന് കേട്ടപ്പോഴേ നമ്മുടെ ചേട്ടായിമാരെല്ലാവരുടെ പറഞ്ഞു, എൻ്റെ പത്രോസേ, കൊട്ടക്കണക്കിന് അപ്പം അപ്പുറത്തുണ്ടായിരുന്നു, ഒരു കൊട്ട എടുത്ത് വണ്ടിയെ വെക്കേണ്ടതായിരുന്നു. വൈകിട്ട് എന്നാ കഴിക്കും? ഈ യാക്കോബും പറഞ്ഞു, അബദ്ധമായി പോയല്ലോടെ തോമാച്ച, എടുത്തു വെച്ചല്ലോ, 2 കാസറോൾ എടുത്ത് വെച്ചിരുന്നേ വല്ലതും കഴിക്കായിരുന്നു. അപ്പൊ കർത്താവ് ചോദിക്കുന്നു, മണ്ടന്മാരെ, നിങ്ങൾ ഈ അപ്പത്തെക്കുറിച്ചാണോ പറയണേ? എന്നിട്ട് കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ബാക്കി എത്ര വന്ന്? 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചപ്പോൾ ബാക്കി എത്ര? മറുപടി ഒന്നുമല്ല, കണക്കൊന്നുമല്ല വേണ്ടത്. ഒറ്റ കാര്യമുള്ളൂ. എന്തെന്നറിയാം? ഈ വള്ളം പോകുന്നൊരു വൈകിട്ട് ഒരു 3 മണിക്കാണ്. അങ്ങനെ വിചാരിച്ചോണം, ഇന്ന് അങ്ങനെ വിചാരിച്ചാൽ മതി. ഇവർക്ക് ഇപ്പം വിശപ്പുണ്ടോ? പറയൂ. ഇവർ സങ്കടപ്പെടുന്നത് എപ്പോൾ കഴിക്കുന്ന അപ്പത്തെക്കുറിച്ചാ? വൈകുന്നേരം എന്നാ കഴിക്കും? അപ്പം എടുത്തില്ലല്ലോ. അപ്പം തമ്പുരാൻ അവരോട് മറുപടി ചോദ്യം ചോദിക്കുന്നത് എപ്പോഴത്തെ തൃപ്തിയാ ചോദിക്കുന്നത്? കഴിഞ്ഞ ഓഗസ്റ്റ് 6-ാം തീയതി പരിപാടി നടത്തിയപ്പോൾ എത്ര ബാക്കി വന്നു? സെപ്റ്റംബർ 13-ാം തീയതി 7 അപ്പത്തിൻ്റെ പരിപാടി നടത്തിയപ്പോൾ എത്ര? ഒറ്റ ഉത്തരേ ഉള്ളൂ. ഇത് നമുക്കുള്ളത്. ഈ വള്ളത്തിൽ ഇരിപ്പുണ്ട് ഇവിടെ ഇരിക്കുന്നവർ, ഞാനും. നാളത്തെ വിശപ്പോർത്ത് ഇന്ന് സങ്കടപ്പെടുമ്പോൾ ഇന്നലത്തെ തൃപ്തി കൊണ്ട് നാളത്തെ വിശപ്പിനെ ഹരിച്ചാൽ മതി. കൂള ശരിയല്ലേ? നമ്മളിപ്പോൾ ചിലപ്പോൾ 2027 അച്ചായൻ പെൻഷനാവും, പിന്നെ എന്തോ ചെയ്യുമാവോ, ഒരു കടമുറി പണിയണം ഫ്രണ്ടിൽ, അല്ലേ? 28 മോളുടെ കോഴ്സ് കഴിയും. ഏത് രാജ്യം, എന്തുവാ, എങ്ങോട്ടാ, അല്ലേ? ചെറുക്കൻ്റെ കോഴ്സ് അടുത്ത വർഷം തീരും. എവിടെയായിരിക്കും ഒരു പ്ലേസ്മെൻറ്റ്, അല്ലേ? നമ്മൾ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുകയാണ്. അപ്പം നാളത്തെ വിശപ്പാണ് ഇപ്പം നമുക്കുള്ളത്. അപ്പം തമ്പുരാൻ പറയുക, ചേച്ചി, 2020 നിനക്ക് കൊറോണ വന്നപ്പോൾ നീ എഴുന്നേറ്റ് വരുമെന്ന് നിന്റെ ഇടവകയിൽ ആരും വിചാരിച്ചല്ല. ഒരനക്കേ ഉള്ളായിരുന്നു നിനക്ക്. അന്നത്തെ ആക്സിഡന്റിൽ രക്ഷപ്പെടുമെന്ന് ആരും പറഞ്ഞതല്ല. നിന്റെ സർജറി സമയത്തെ ആര് വിചാരിച്ചു ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുമെന്ന്? ഇത്രയേ ഉള്ളൂ. നമ്മൾ നാളത്തെ വിശപ്പോർത്ത് സങ്കടപ്പെടുമ്പോ ഇന്നലത്തെ നടത്തിപ്പ് കൊണ്ടൊന്ന് ഹരിച്ചു നോക്കിക്കേ. എന്നോടും നിങ്ങളോടുവാ. അപ്പം നമുക്ക് പറയാൻ പറ്റും, എൻ്റെ കർത്താവേ, നീ തരാതെ പോയ ഭാരങ്ങൾക്ക് 1000 സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങൾ മനസ്സുകൊണ്ട് പറ, ദൈവം ഈ രാത്രി തരാതെ പോയ കണ്ണീരിന്, ഈ രാത്രി തരാതെ പോയ സങ്കടത്തിന്, ഈ രാത്രി നാം ഇടറിപ്പോകാതിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ ചേർത്ത് പിടിച്ചതിനപ്പാ സ്തോത്രം. ദൈവമേ, അവിടുത്തേക്ക് നന്ദി. അതുകൊണ്ട് നമുക്ക് ബൈബിളിൽ ശക്തമായി ധ്യാനിക്കാൻ പറ്റിയ ഒരു തീമാണ് കൗണ്ടർ ക്വസ്റ്റ്യൻസ് ഓഫ് ഗോഡ്. ആട്ടെ, ഇവിടെ കുട്ടികൾ ഒത്തിരി സമ്മാനം മേടിച്ചല്ലോ.
5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കഥയൊക്കെ പറഞ്ഞല്ലോ. ബാക്കി എത്ര അപ്പം ഉണ്ടായിരുന്നു? എൻ്റെ എണ്ണം ഒന്ന് പറയാമോ ഏതെങ്കിലും സൺഡേ സ്കൂൾ കുട്ടിക്ക്? പറയുകയാണെങ്കിൽ 1000 രൂപ സമ്മാനം. പീലിപ്പോസ് അച്ഛനൊക്കെ എൻ്റെ അടുത്ത പരിചയക്കാരനും സ്നേഹിതനുമൊക്കെ അച്ഛൻ തരും. അത്രയും പേരെ പോഷിപ്പിച്ചിട്ട് ബാക്കി എത്ര അപ്പം ഉണ്ടായിരുന്നു? കൊട്ട എനിക്ക് വേണ്ട, എണ്ണം പറയണം. നിങ്ങൾ പറയണേ 1500. നിങ്ങൾ ഇത്രയും പാട്ട് പാടിയതല്ലേ? പറ്റില്ല. എണ്ണം പറഞ്ഞിട്ടില്ല. എണ്ണം പറയാനൊക്കാത്തതിൻ്റെ പേരാണ് കൃപ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിക്കൂ, ആ കൊച്ചുകുട്ടി തമ്പുരാന്റെ കയ്യിൽ 5 അപ്പം കൊടുത്തപ്പോൾ 7 തവണ എണ്ണിയതാണ്. ഇളക്കി 2-3 ദിവസമായിട്ട് ഇലക്കാതിരിക്കുമല്ലേ. മനുഷ്യൻ കൊടുക്കുന്നതിന് കണക്കുണ്ട്, ദൈവം ശേഷിപ്പിക്കുന്നതിന് കണക്കില്ല. അതാ കൃപ. എത്ര പേർക്ക് മനസ്സിലായി? അതുകൊണ്ട് ആരും എണ്ണം തപ്പി ബൈബിളിൽ പോകരുത്. എണ്ണം പറയാൻ പറ്റിയാൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് പരിധിയുണ്ടെന്ന് പറയേണ്ടി വരും. എണ്ണം പറയാൻ പറ്റാത്തത് അനന്തമായ കരുണയാ. റഹമേ, റഹമേ എന്ന വാക്ക് കരുണയാണ്. ഗർഭപാത്രം എന്ന മറ്റൊരർത്ഥം. മനുഷ്യനെ പുതപ്പിക്കുന്ന, മനുഷ്യനെ പൊതിഞ്ഞു നിൽക്കുന്ന ഗർഭപാത്രം പോലെ കരുണയുടെ ഒരു പുതപ്പിൽ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എണ്ണം പറയാനൊക്കാത്തതിൻ്റെ പേരാണ് കൃപ. ഒത്തിരി ഭാരപ്പെട്ടിരിക്കുന്ന മനുഷ്യരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് എങ്ങനെയാ? ഞാൻ തിയോളജി അല്ല, ഗൈനക്കോളജിയാ ചോദിച്ചത്. പറ. നോർമൽ ഡെലിവറിയിൽ ഒരു മനുഷ്യൻ ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്നത് എങ്ങനെയാ? ഇവിടെ എല്ലാം സിസേറിയനാണെന്ന് തോന്നുന്നു. എങ്ങനെയാ? കരഞ്ഞു, ശരിയാണ്. നമ്മൾ വന്ന ഒരു രീതിയുണ്ട്. തലയും കുത്തിയ അല്ലേ? ആദ്യമായിട്ട് കേൾക്കുക. ഓൺലൈനൊക്കെ ഉണ്ട്, ഞാൻ നിർത്തുക. തലയും കുത്തിയാണ് കുന്നംകുളത്ത് അല്ലേ? ഇനി എനിക്കൊരു സംശയം. അല്ലേ, ഇപ്പോ ഒരുപാട് വേദനയും പ്രയാസമുണ്ട്, പക്ഷെ ഇപ്പൊ നേരെ നിൽക്കാൻ പറ്റുന്നില്ലേ? ഉണ്ടോ? അത് മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ തലയും കുത്തി വന്നവരാണ്. ഇപ്പോ ബാക്കിയൊക്കെ വിട്ടുകളാം. ബാക്കി കുറെ കാര്യങ്ങൾക്ക് അവധി കൊടുക്ക്. ബാക്കി കുറെ കാര്യങ്ങൾ വിട്ടുകളാ. എന്നിട്ട് പറ, എൻ്റെ അപ്പ എല്ലാം എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും. ഇത് കേട്ടിട്ടില്ല? അവിടെല്ലാം പൂത്ത, അത്രയെങ്കിലും ആട്ട. കവി എഴുതി, എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം. എല്ലാ മരങ്ങളും പൂത്തിട്ടൊന്നുമല്ല, പക്ഷെ ഉള്ളിൽ സ്നേഹമുള്ളവന്, ഉള്ളിൽ പ്രണയമുള്ളവന്, ഉള്ളിൽ ആർദ്രതയുള്ളവനെല്ലാം പൂത്തതായി തോന്നും. ഇപ്പൊ നമ്മള് ആ നല്ല നോട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. വചനം പറയുകയാണ് നല്ല നോട്ടം അല്ലേ? എല്ലാം. നിങ്ങളുടെ പോക്കറ്റിൽ 500 രൂപയുടെ നോട്ട് ഇരിപ്പുണ്ടോ? നിങ്ങളില്ലെന്ന് പറയരുത്. ഞാൻ സ്തോത്രാഴ്ചയുടെ കാര്യം പറയാനല്ല, ഒരു കാര്യം ചോദിക്കാനാണ്. 500 രൂപയുടെ നോട്ടുണ്ടോ പോക്കറ്റിൽ? അതെടുത്ത് നോക്കിക്കേ. ഇപ്പം എങ്ങനെ എടുക്കാനല്ലേ? അതിനകത്ത് ഒരു കണ്ണട ആലേഖനം ചെയ്തിട്ടുണ്ട്. ആരുടെ കണ്ണടയാ? ഗാന്ധിജിയുടെ. നമ്മൾ അടിച്ചു പൊക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണട എന്തോ ചെയ്യും? അപ്പച്ചൻ്റെ മുഖത്ത് തന്നെ ഫിറ്റ് ചെയ്ത് വിടും. ഈ ഫിറ്റ് ചെയ്യുന്നൊരു കണ്ടാൽ തോന്നും ഇന്ത്യൻ എക്സ്പ്രസും മനോരമയും രാവിലെ വായിക്കുമെന്നാണ് പോയി കഴിഞ്ഞ്. അതൊന്നുമല്ല, ഇത് ഇവിടെ ഇരുന്ന മെനക്കേടായതുകൊണ്ടാണ് പുള്ളിയുടെ മുഖത്ത് ഫിറ്റ് ചെയ്ത് വിടുന്നത്. എല്ലാവരുടെയും മുഖത്ത് ഫിറ്റ് ചെയ്ത് ഈ കൈ കിടക്കുന്ന വള ഇങ്ങ് ഊരും, പക്ഷെ കണ്ണാടി അതെന്നാ വിടുന്നേ. വായിച്ചോട്ടെ, ബൈബിൾ വായിക്കുന്ന അപ്പച്ചനല്ലേ, വായിക്കട്ടെ. അമ്മാമ്മ അങ്ങോട്ട് വായിക്കട്ടെ. ജീവിച്ചിരുന്നപ്പോഴേ വായിക്കാൻ സമയമില്ലായിരുന്നല്ലേ.
നമ്മുടെ കണ്ണട നമ്മൾ മണ്ണിൽ കൊണ്ടുപോകും. പക്ഷേ ആ കണ്ണട വെച്ച ആൾ കടന്നു പോയിട്ട് എത്ര കാലമായി? ഒരുപാട് കാലമായി. പക്ഷേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ കണ്ണട നമ്മുടെ 500 രൂപ നോട്ടിനകത്ത് വച്ചിരിക്കുക. എന്നതിനാ? ആ ജ്ഞാനവൃദ്ധൻ ആ കണ്ണടയിലൂടെ കണ്ട ഒരു ഇന്ത്യയുണ്ട്. ആ ജ്ഞാനവൃദ്ധൻ ആ കണ്ണടയിലൂടെ കണ്ട ഇസ്ലാമുണ്ട്, ഹിന്ദു ഉണ്ട്. ആ ഗാന്ധി ആ കണ്ണടയിലൂടെ കണ്ട ക്രിസ്തുവുണ്ട്. ദരിദ്ര നാരായണന്മാരുണ്ട്. ഭാരതത്തെ ഒന്നായി കണ്ട ഒരു മഹാത്മാവിന്റെ കണ്ണട അതാ കാഴ്ചയുടേതാ. എല്ലാം നല്ലതെന്ന് കണ്ട അന്നത്തെ ക്രൂരനായ സ്വേച്ഛാധിപതി ജർമ്മനിയുടെ അഡോൾഫ് ഹിറ്റ്ലർ, ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ അന്ന് പുള്ളിയായിരുന്നു. ലക്ഷക്കണക്കിന് ജൂതന്മാരെ നാസി തടവറയിൽ കൊന്നൊടുക്കിയ ഹിറ്റ്ലർക്ക് ഗാന്ധിജി കത്തെഴുതിയപ്പോൾ തുടങ്ങിയത് ഇങ്ങനെയാണ്: എല്ലാവരും പറയുന്നത് പോലെ, വിചാരിക്കുന്നത് പോലെ മോശക്കാരനാണ് താങ്കൾ എന്നെനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഗാന്ധിജി ഹിറ്റ്ലർക്ക് കത്തെഴുതിയത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യനെ പോലും കൊള്ളാം എന്ന് പറയാനുള്ളൊരു കാഴ്ചപ്പാട് അത് റോമാലേഖനം 8:28. അതാണ് 500 രൂപയുടെ നോട്ടിനകത്തുള്ളത്. എല്ലാം ആ ഗാന്ധിജിയുടെ കണ്ണട. നിങ്ങൾ ആ 500 രൂപ ഇനി ആർക്ക് കൊടുക്കുമ്പോഴും ആ കണ്ണടയൊന്ന് ശ്രദ്ധിച്ചേ, ഒരു നന്മയുടെ കാഴ്ച ഉണ്ടാകണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ കണ്ണട ആലേഖനം ചെയ്തിരിക്കുന്നത് നമ്മുടെ നോട്ടിൽ. എല്ലാം നന്മയ്ക്കായി എന്ന് പറയുന്ന മനുഷ്യരുടെ കൂടെ ജീവിച്ചാൽ മതി. രണ്ടാമത്തെ കാര്യം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി. ഒന്നാമത്തെ ചിന്ത, അശുഭതകളുടെ നടുവിൽ ഒരു ശുഭദർശനത്തിന്റെ മിഴി. ദൈവമേ, കൊള്ളാം കൊള്ളാം. ഒരു വശം തളർന്നുപോയ ഒരു പട്ടക്കാരനുണ്ടായിരുന്നു പണ്ട്. CSI സഭയിലാണ്. TJ ആൻഡ്രൂസ് പീരുമേട്ടിൽ ശുശ്രൂഷിക്കുന്ന കാലത്ത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു മധ്യഘട്ടത്തിൽ ശരീരം തളർന്ന് കിടപ്പിലായിപ്പോയ മനുഷ്യൻ. എഴുന്നേക്കാനാകാതെ പാവപ്പെട്ട അച്ഛൻ പീരുമേട്ടിലെ മരം കോച്ചെന്ന് തണുപ്പത്ത്, ആ പഴയ കാലത്ത് തേയിലത്തോട്ടങ്ങളുടെ നടുവിലെ ആ ചെറിയ ലായത്തിനുള്ളിൽ നിസ്സംഗതയോടെ കടന്നു. ആ ഒരു വശം തളർന്നുപോയ ആ പട്ടക്കാരൻ തൻ്റെ വിറയാർന്ന കരങ്ങൾ കൊണ്ട് എഴുതപ്പെട്ട പാട്ടുകൾ ഒരു 1.5 നൂറ്റാണ്ടിന് ശേഷവും നമ്മളെ തണുപ്പിക്കുന്നതാണ്. ഏതോ ഒരു ദിവസം സങ്കടത്തിൽ കടക്കുമ്പോഴാണ് ഒരു പഴയ മെത്തയിൽ ഒരു പഴന്തുണിക്കെട്ട് പോലെ കടന്ന നാളുകളിലൊന്നിൽ അദ്ദേഹം അവിടെ കിടന്ന് പാടുന്നുണ്ട്. അതുവരെ ആരും കേൾക്കാത്തതാണ്. എത്ര മധുരമാവൻ നാമമെനിക്കു പാർത്താൻ, ഓർത്തുവരും തോറുമൻ. ഈ കിടന്നുപോയതാണോ മധുരം? കിടന്നുപോയപ്പോഴും നന്മയ്ക്കാണെന്ന് പറയുന്നൊരു കാഴ്ചയുണ്ടല്ലോ. അങ്ങനെയാണ് പാട്ടുണ്ടാകുന്നത്. ആൻഡ്രൂസ് അച്ഛൻ്റെ തൂലികയിൽ നിന്ന് ഒന്ന് പാടാമോ? എത്ര മധുരമാ. ഈ പാട്ട് കേട്ടിട്ട് അച്ഛൻ്റെ ഒരു വശമാണ് തളർന്നു പോയത്. ഇവിടെ 2 വശവും തളർന്ന മട്ടിലാണ് ആ പാട്ട്. സന്തോഷത്തോടെ, ഒരു ചെറിയ പുഞ്ചിരിയോടെ. നമ്മൾ പിന്നെ ഏത് പാട്ട് പാടിയാലും ഒരേ ഫീലാ. പുഞ്ചിരിയോടെ പാടിക്കേ. ദൈവം തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞിട്ട്, എല്ലാം നന്മയ്ക്കായി എന്ന് പറഞ്ഞിട്ട്, എത്ര മധുരമാവൻ നാമമെനിക്കു പാർത്താൻ, ഓർത്തുവ. ദോഷം പറയരുതല്ലോ. കൊള്ളാം. പിന്നീടാണ് അതിൻ്റെ പല്ലവി ഉണ്ടായത്. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ,
കുലുങ്ങാത്ത മനുഷ്യരുണ്ട്. സങ്കടങ്ങളുടെ മധ്യേ, കണ്ണീരിന്റെ മധ്യേ ഇത് മധുരം എന്ന് പാടിയ മനുഷ്യരുണ്ട്. ഒന്നിലും കുലുങ്ങാത്തവരെ വിളിക്കണ പേരെന്താണെന്നറിയാം? കൊച്ചൊരു വാക്കുണ്ട്, വേണമെങ്കിൽ ഇടാം പിള്ളേർക്കൊക്കെ. ശീതോഷ്ണ മാനാപമാന സമമാനസൻ എന്ന് പറയും. എഴുതി വെച്ചോ. ചെറിയ വാക്കാണ്. എന്ത്? വെപ്പ് പല്ലൊക്കെ ഉള്ളവർ ശ്രദ്ധിച്ചു പറയണം. ശീതോഷ്ണ മാനാപമാന സമമാനസൻ എന്ന് പറഞ്ഞാൽ ശീതം വന്നാലും ഉഷ്ണം വന്നാലും മാനം വന്നാലും അപമാനം വന്നാലും, പേരെന്താ? അലിനി. പറ. ശീതം വന്നാലും ഉഷ്ണം വന്നാലും മാനം വന്നാലും അപമാനം വന്നാലും സമമാനസൻ, കുലുങ്ങത്തില്ല. അങ്ങനെയുള്ള മനുഷ്യർ ഇവിടെ ഉണ്ടോ? ഇല്ല. എന്നാൽ റോമാലേഖനം പറയാ, നീ പറയണം ഒരു നല്ല കണ്ണുമായി, കർത്താവേ നന്മയ്ക്കാ. ആമേൻ. എല്ലാ ആയോടും ആയിക്കോട്ടെ, തമ്പുരാന്റെ ഇഷ്ടതാണെങ്കിൽ ആയിക്കോട്ടെ. 2 വളരെ വേഗം ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. ഈ വചനം നമ്മളോട് പറയുന്ന രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് നിബന്ധനകളില്ലാത്ത ദൈവസ്നേഹത്തിൽ ഹൃദയം തുറക്കുക എന്നുള്ളതാണ്. 1 കണ്ണ് തുറക്കുക നന്മയ്ക്ക, 2 ചങ്ക് തുറക്കുക. എന്ത് നിബന്ധനകളില്ലാത്ത ദൈവസ്നേഹം? ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? പേരെന്താ? ഫേബ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. മോളെ മഞ്ഞ ഉടുപ്പുകാരി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാനും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന എല്ലാവരും ഇല്ലേ? അച്ഛന്മാരുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഒരു പറയാനൊരു മടി? എന്താ? അതാണ് എല്ലാവരും. പക്ഷെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? ഈ വചനം ഇങ്ങനെയാ പറയുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മ. എങ്ങനെ സ്നേഹിക്കുന്നവർ? നമ്മളെല്ലാം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രാർത്ഥന ഈ പഴയ നിയമത്തിലെ യാക്കോബിന്റെ പ്രാർത്ഥന പോലെയാണ്. പഴയ നിയമത്തിലെ യാക്കോബിനെ അറിയാലോ അല്ലേ? സൂത്രപ്പണികളുടെ ഉസ്താദ് അല്ലേ? ചേട്ടന് പായസത്തിനകത്ത് പണി, അപ്പന് ബീഫ് ഫ്രൈക്കകത്ത് പണി, അങ്ങനെ പണിയോട് പണി നടത്തി അവസാനം അമ്മച്ചി പറഞ്ഞു, മോനെ നീ ഇവിടെ നിന്നാൽ ഏശാവ് നിന്റെ ചേട്ടൻ നിന്നെ ചാമ്പും, പൊക്കോളാൻ പറഞ്ഞു. എൻ്റെ ആങ്ങളയുടെ അടുത്ത് പത്തനാരാമിൽ അവിടെ പോയിക്കോളാൻ പറഞ്ഞു. നമ്മുടെ പാർട്ടി അങ്ങോട്ട് പോയി. ആര്? യാക്കോബ്. പോണ വഴി രാത്രി ഒറ്റയ്ക്കൊരു സ്ഥലത്തെത്തി, ലൂസ്, ഇവിടെ ബഥേലാണ്. അവിടെ വെച്ച് യാക്കോബ് ദൈവത്തോടൊരു നേർച്ച നേർന്നു. ഉൽപ്പത്തി 28:20. അതിങ്ങനെയാണ്: ഞാൻ പോകുന്ന വഴിയിൽ എന്നെ കാക്കുകയും ധരിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും ഭക്ഷിപ്പാൻ ആഹാരവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ അവൻ എനിക്ക് ദൈവമായിരിക്കും. നിങ്ങൾ കേട്ടെ, യാക്കോബിൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് വന്ന വാക്കേതാ? അരി കിട്ടുമെങ്കിൽ, തുണി കിട്ടുമെങ്കിൽ, മണി കിട്ടുമെങ്കിൽ, ഈഫ് ഗോഡ് വിൽ ബി വിത്ത് മീ. കിട്ടുമെങ്കിൽ 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 കിട്ടുമെങ്കിൽ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ അവസാനത്തെ പെരുന്നാളിന് നേർച്ച പറഞ്ഞത് എങ്ങനെയാ? കൊച്ച് ഇന്റർവ്യൂ പാസ്സാകുമെങ്കിൽ 2 ഗ്രാമിൻ്റെ കുരിശ് പള്ളിക്ക്. അച്ചായൻ്റെ വിസ ഓക്കെ ആവുകയാണെങ്കിൽ ഒരു സ്വർണ്ണ ധൂപക്കുറ്റി പള്ളിക്ക്. അല്ലേ? എന്നാൽ ഞാൻ ഒരാളെ കൂടെ പരിചയപ്പെടുത്താം. ദാനിയേൽ 3:17-18. ദാനിയേലും ശദ്രക്ക് മേശക്ക് ആ കുഞ്ഞുങ്ങളെ തീച്ചൂളിയുടെ മുന്നിൽ കൊണ്ട് നിർത്തുകയാണ്, കൊല്ലാൻ, ദൈവത്തെ ആരാധിച്ചതിൻ്റെ പേരിൽ. ആ കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ ദേവന്മാരിൽ നിന്നും രക്ഷിക്കും, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല. ഈ മക്കള് മരണത്തിന്റെ മുന്നിൽ പറഞ്ഞെന്താ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. എന്താ പറഞ്ഞത്? ഉണ്ടെങ്കിലും, ഞങ്ങളെ രക്ഷിച്ചാലും മരിച്ചാലും ജീവിച്ചാലും ഞങ്ങൾ വിടത്തില്ല. യാക്കോബ് പണ്ട് പറഞ്ഞത് എങ്ങനെ? ഉണ്ടെങ്കിൽ
സത്യം മാത്രമേ പറയാവൂ. നമ്മൾ ഇതിലാരാ? അനക്കമില്ല, പോയെന്ന് തോന്നുന്നു. നമ്മൾ ഇതിലാരാ? സമയം പോന്നു. ഞാൻ എന്തായാലും മെനക്കെട്ട് വന്ന് രാത്രി കഴിഞ്ഞേ പോന്നുള്ളൂ. നമ്മൾ ഇതിലാരാ? യാക്കോബ. നമ്മൾ പറയോ കൊച്ചിന് എൻട്രൻസ് കിട്ടിയാലും ഇല്ലെങ്കിലും 2 ഗ്രാമിന്റെ കുരിശ് പറയൂ? ആ കല്യാണം നടന്നാലും ഇല്ലെങ്കിലും മുത്തുക്കുട പറയൂ? ഇല്ല. നമ്മൾ എന്നിട്ടും പറഞ്ഞത്, ഞാനും മഞ്ഞ ഉടുപ്പുകാരിയും നമ്മുടെ ഫേവക്കൊച്ചും നമ്മളെല്ലാവരും ചേർന്ന് പറഞ്ഞത് ഞങ്ങളും ആരെ സ്നേഹിക്കുന്നു എന്നാണ്. പക്ഷെ നമ്മുടെ സ്നേഹം ഒരു മഴ പെയ്താൽ നമ്മൾ ഞായറാഴ്ച, അത്രേ ഉള്ളൂ. വി സബ്സ്റ്റിറ്റ്യൂട്ട് അവർ ജീസസ് ക്രൈസ്റ്റ് ഫോർ അവർ കൺവീനിയൻസ്. നമ്മുടെ സൗകര്യത്തിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? മാറ്റിവെക്കും, അല്ലേ? നമ്മുടെ സൗകര്യത്തിന് വേണ്ടി മാറ്റിവെക്കും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അപ്പാ ജീവനോ മരണമോ ഗുണമോ ദോഷമോ എന്തു വന്നാലും എൻ്റെ ദൈവം എന്ന് പറയുന്ന, അതുകൊണ്ട് ഇനി ആരും ദൈവമുണ്ട് എന്ന് നിങ്ങൾ പറയരുത്. എന്ത് വൃത്തികേടാണച്ചോ, ഇത്ര മെനക്കെട്ട ഒരു സാധനത്തിന് ദൂരേന്ന് വിളിച്ചുകൊണ്ട് നിർത്തിയിട്ട് പറയുന്ന കേട്ടല്ലേ, ദൈവമുണ്ട് എന്ന് പറയരുത്. അങ്ങനെ പറയുന്നത് കൊണ്ട് നമുക്കൊരു ഗുണവും ഇല്ല. അതൊരു അറിവാണ്. ദൈവം ഉണ്ടെന്ന് പറയുന്നത് പിശാചിനും അറിയാം, അവന് വല്ല ഗുണമുണ്ടോ? നാം പറയേണ്ടത് ദൈവമുണ്ടല്ലോ എന്നാണ്. എൻ്റെ സങ്കടത്തിൽ, എൻ്റെ ഭാരത്തിൽ, എൻ്റെ മരണത്തിൽ, എൻ്റെ കണ്ണീരിൽ എനിക്ക് എൻ്റെ ദൈവം ചങ്കോട് കൈപിടിച്ചിട്ട്, എനിക്ക് എൻ്റെ ദൈവം. ഇതിലേതാ ബലം? ദൈവമുണ്ട് എന്ന് പറയുന്നതാണോ ദൈവമുണ്ടല്ലോ എന്ന് പറയുന്നതാണോ? ഏതാ ബലം? ഉറക്കെ പറയൂ. ദൈവമുണ്ടല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിബന്ധനകളില്ലാതെ സ്നേഹിക്കുക. ഒത്തിരി വാക്കുകളുണ്ട്. സ്നേഹം, സ്നേഹം, ഇഷ്ടം, താല്പര്യം, പ്രണയം, ഇതൊക്കെ മലയാള പദങ്ങളാണ്. ഖുറാനിൽ നോക്കിയാൽ ഇൽഫത്ത്, മഗദത്ത്, റഹമത്ത്, മൊഹബത്ത്, ഒത്തിരി വാക്കുകളുണ്ട് സ്നേഹത്തിന്. മൊഹബത്ത് എന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? എന്നാൽ സ്നേഹത്തിന് ഏറ്റവും വിശേഷപ്പെട്ട പദങ്ങളുണ്ട് ബൈബിളിൽ. സ്റ്റോർജ്, ഫീലിയ, പ്രാഗ്മ. പക്ഷെ വലിയൊരു വാക്കുണ്ട്, അഗാപ്പെ, ക്രൂശിലെ സ്നേഹം. അതിൻ്റെ താഴെ നിൽക്കത്തേ ഉള്ളൂ. ലോകത്തിലേത് ഭാഷയിലും സ്നേഹത്തിന് ഏത് പദം ഉണ്ടായാലും ആ ക്രൂശിലെ സ്നേഹത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ, ദൈവത്തെ സ്നേഹിക്കുന്നവർ നിബന്ധനകളില്ലാതെ. ദാനിയേലിനെ പോലെ, അല്ലേ? അത് വേദന വന്നേക്കാം. ഈ പുസ്തകത്തിന് ഇത്രയും ഘനം വന്നത് എന്തുകൊണ്ടാ? അത്രയും ഘനം ഉണ്ടായതുകൊണ്ടാണല്ലോ വെച്ചാൽ ഞങ്ങൾ കൊണ്ടുവരാഞ്ഞത്, അല്ലേ? ഈ പുസ്തകത്തിന് ഇത്രയും ഘനം വന്നത് എന്തുകൊണ്ടാ? ഇതിനകത്ത് നിറവ് മാത്രം പറഞ്ഞുകൊണ്ടാണോ? മുറിവും കൂടെ പറഞ്ഞുകൊണ്ടാണോ? ഉറങ്ങിയോ? മുറിവും കൂടെ പറഞ്ഞുകൊണ്ട്, അല്ലേ? നിറവ്. പക്ഷെ നമുക്കിന്ന് ബൈബിളിൽ ഏറ്റവും ഇഷ്ടമുള്ള 2 വാക്ക് ഏതാ? 1 സൗഖ്യം, 2 അനുഗ്രഹം. എഴുതി കാണിച്ചാൽ മതി. ഏത് വണ്ടിക്കും എവിടെ വേണമെങ്കിലും പോകും നമ്മൾ. സൗഖ്യം, അനുഗ്രഹം. പക്ഷേ ഈ പുസ്തകം നോക്കിക്കേ, തോറ്റുപോയ ഒത്തിരി മനുഷ്യരുണ്ട്. നമുക്ക് സൗഖ്യമാക്കുന്ന ദൈവത്തെ അറിയാം, എന്നാൽ രോഗിയാക്കുന്ന ദൈവത്തെ ഇയ്യോബിനറിയാം, അല്ലേ? ഇയ്യോബിന്റെ ശരീരത്തിൽ പുഴുക്കൾ വന്നു, വ്രണങ്ങൾ വന്നു, മാന്തിക്കൊണ്ടിരിക്കുക. ഭാര്യ പറഞ്ഞു, പോയി ചത്തൂടേടോ. അപ്പൊ ഇയ്യോബ് പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ വിടില്ല. നമ്മളും ഇയ്യോബും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇയ്യോബിന്റെ ശരീരത്തിൽ പുഴു കയറി, വിശ്വാസത്തിൽ കയറിയില്ല. നമ്മുടെ ശരീരത്തിൽ പുഴു കയറിയില്ല, വിശ്വാസത്തിൽ. ഇതാ വ്യത്യാസം. ഇയ്യോബും ഞാനും, അല്ലെങ്കിൽ ഇയ്യോബും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ഇതാ.
രോഗിയാക്കുന്ന ദൈവത്തെ രുചിച്ച മനുഷ്യനാണ് ആര്? നമുക്ക് സൗഖ്യമാക്കുന്ന ദൈവത്തെ അറിയുള്ളൂ. കാഴ്ച തരുന്ന ദൈവത്തെ നമുക്കറിയാം. 2 കണ്ണിപ്പോ തുറന്നിരിക്കുകയാണ്. എന്നാൽ അന്ധനാക്കുന്ന ദൈവത്തെ പൗലോസ് അപ്പോസ്തലൻ അറിയാം. പൗലോസായത് അന്ധതയില്ല. നടത്തുന്ന ദൈവത്തെ നമുക്കറിയാം. 2 കാലും ഒക്കെ അല്ലേ. എന്നാൽ മുടന്തനാക്കുന്ന ദൈവത്തെ യാക്കോബിനറിയാം. പഴയ നിയമത്തിലെ യാക്കോബ് ദൈവദൂതനുമായിട്ട് മല്ലു പിടിച്ച് മുടന്തു വന്നപ്പോഴാ പറഞ്ഞത്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ മുടന്തില്ല പറഞ്ഞ്. സൂപ്പർ ഫാസ്റ്റിൻ്റെ സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്നൊരു കാലമുണ്ട്, അന്നത് പറഞ്ഞില്ല. ഓർഡിനറിയുടെ സ്പീഡിലായപ്പോഴാണ് പറഞ്ഞത്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ. ചില മുറിവ് പറ്റിയ മനുഷ്യർ നമ്മളെ ഈ പുസ്തകത്തിൽ നിന്ന് ചിലത് പഠിപ്പിക്കുന്നുണ്ട്. മക്കളെ തരുന്ന ദൈവത്തെ നമുക്കറിയാം. എന്നാൽ മക്കളെ തരാത്ത ദൈവത്തെ എലിശബയ്ക്കറിയാം, ഹന്നയ്ക്കറിയാം. നമ്മൾ നിറവില്ല, എന്നാൽ പല മനുഷ്യരും മുറിവില്ല. മനുഷ്യന്റെ ആശ അവസാനിക്കുന്നിടത്ത് ദൈവത്തിന്റെ ആശയം ആരംഭിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന പുസ്തകത്തിന്റെ പേരാണ്, ഉറക്കെ പറ, ബൈബിൾ. മനുഷ്യന്റെ ആശ അവസാനിക്കുന്നിടത്ത് ദൈവത്തിന്റെ ആശയം. ചില പരാജയങ്ങൾ വന്നേക്കാം, ചില തോൽവികൾ വന്നേക്കാം. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കും, ഇനി വേറെ ചോദ്യമൊന്നും ചോദിക്കത്തില്ല. ഈ ഇരിക്കുന്നതിൻ്റെ ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ അവസാനമുണ്ടായ പരാജയം ഒന്ന് ഓർത്തേ. അവസാനമുണ്ടായ പരാജയം. ഈ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട് തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ജീവിതത്തിൽ അവസാനമുണ്ടായ തോൽവി ചേച്ചി ഒന്ന് ഓർത്തേ. ഓർത്തിട്ടുണ്ടോ? അടുത്ത കാര്യം, അതിന് ദൈവത്തിനൊരു നന്ദി പറഞ്ഞേ. പിന്നെ ജീവിതത്തിലെ, ഞാൻ ഈ കുന്നംകുളത്തോട്ട് വരുന്ന വഴിയിൽ വെച്ചൊരാളെ കണ്ടത് വേറെ ആരല്ല, ശമരിയക്കാരൻ്റെ ആ കഥയില്ലേ, ആ കഥയിലെ മുറിവേറ്റ മനുഷ്യനാണ് ജംഗ്ഷനിൽ നിൽപ്പുണ്ട്. ചുമ്മാ പറയണ കേട്ടോ. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ലേവ്യൻ കാണാതിരുന്നതാണ് ഭാഗ്യം കേട്ടോ. നിങ്ങൾക്ക് ധ്യാനിക്കാനൊരു വിഷയം ഇട്ട് തരുക. ആ മനുഷ്യൻ പറഞ്ഞതാണെന്ത്? ലേവ്യൻ കാണാതിരുന്നതാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ പറയാം. അങ്ങേര് മുറിവേറ്റ് വഴിയിൽ കടന്നപ്പോൾ ആരൊക്കെ വന്നു? ലേവ്യൻ വന്നു, പുരോഹിതൻ വന്നു. കഥ അറിയാവുന്നതാണ്. അപ്പോൾ ഈ ലേവ്യൻ വന്ന വഴി ഈ മനുഷ്യൻ ഇവിടെ കടന്നുകൊണ്ട് കാണുന്നുണ്ട്. പുള്ളി വരുന്നുണ്ട്. അപ്പം പുള്ളിക്ക് ഇടവകയിലെ ആളാണല്ലോ, എൻ്റെ ഇടവക്കാരനാണല്ലോ, എന്നെ പൊക്കുമല്ലോ. അങ്ങേര് വന്നു, കണ്ടു, പക്ഷേ കാണാതെ. ഭയങ്കര വേദനയാണ്. ഈ കണ്ടിട്ടും കാണാതെ പോകണത് ഭയങ്കര വേദനയാണ്. പിന്നെ പുരോഹിതൻ വന്നു, പുള്ളിയും പോയി. അവസാനമാണ് ആര് വന്നത്? ശമരിയക്കാരൻ വന്നു. ഈ ലേവ്യൻ കണ്ടിരുന്നെങ്കിൽ ഇത്തിരി ഡെറ്റോളും പഞ്ഞിയും കിട്ടുള്ളായിരുന്നു. ശമരിയക്കാരൻ കണ്ടതുകൊണ്ട് എന്ത് കിട്ടി? രക്ഷ കിട്ടി. പുസ്തകത്തിൽ പേര് വന്നു. ആ മനുഷ്യൻ പറയാണ്, ആ മുറിവേറ്റയാൾ പറയാണ്, ലേവ്യൻ കാണാതിരുന്നതാണ് ഭാഗ്യം. അയാൾ എന്നെ രക്ഷിച്ചിരുന്നെങ്കിൽ ആര് കാണത്തില്ലായിരുന്നു? ശമരിയക്കാരൻ. നമ്മളും പറയും, എൻ്റെ ആ പ്രയാസത്തിൽ അവളൊന്ന് ഫോൺ ചെയ്തില്ലല്ലോ, ഞാനൊരു ചെറിയ കടം ചോദിച്ചപ്പോൾ തന്നില്ലല്ലോ, എൻ്റെ പൊന്നു സഹോദരി, അയാൾ നോക്കാഞ്ഞതാ നല്ലത്. നിനക്ക് വേറെ വഴി ദൈവം ഒരുക്കിയില്ലേ? ലേവ്യൻ കാണാതിരുന്നതാണ് ഭാഗ്യം. പലർക്കും പറയാൻ പറ്റും, ചില വഴികൾ മനുഷ്യൻ അടച്ചതാണ് നല്ലത്. കാരണം മനുഷ്യന്റെ ആശയം അവസാനിക്കുന്നിടത്ത് ആരുടെ ആശയം ആരംഭിക്കുന്നു? ദൈവത്തിൻ്റെ ആശയം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, അതുകൊണ്ട് ചില തോൽവി വന്നെങ്കിൽ, കണ്ടിട്ടും കാണാതെ പോയെന്ന മനുഷ്യരുണ്ട്. സാധു കൊച്ചു കുഞ്ഞുപദേശി കേട്ടിട്ടില്ലേ? ഇവർ പാടുന്ന പാട്ടാണ് അദ്ദേഹത്തിൻ്റെ. ഒരു വൈകുന്നേരത്ത് അത്താഴത്തിന് ഇത്തിരി വകയില്ലാതെ വീടിൻ്റെ ഉമ്മറത്തിരിക്കുമ്പോഴാണ് അകലത്ത് നിന്ന് ഒരാൾ ശീലക്കുടയുമായി വരുന്നു. 4 അണ കടം മേടിക്കാമെന്ന് വിചാരിച്ച് ചെല്ലുമ്പോഴേക്കും ആ വന്ന പരിചയക്കാരൻ ഈ കുട മറച്ചു പിടിച്ചു പോകുന്നുണ്ട്. അത് നമുക്ക് പരിചയമുള്ള പരിപാടിയാണ്. നമുക്കിപ്പോൾ കുട ഇല്ലാത്തതുകൊണ്ട് മൊബൈൽ എടുത്തിട്ട് ഇല്ല, പുള്ളി മൈൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്നെ വിളിച്ചായിരുന്നോ, ഞാൻ
എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകും. ഇല്ല പുള്ളി മൈൻഡ് ചെയ്യാറങ്ങ് പാലോ അല്ലെ, കള്ളക്കോൾ എടുത്തോണ്ട് പോകും നമ്മൾ, അങ്ങനെ പറയാം. അപ്പൊ ഈ ശീലക്കുടയും മറച്ചിട്ട് ഈ പരിചയക്കാരൻ തന്നെ കണ്ടിട്ടും കാണാതെ പോയ ഒരു പോക്കുണ്ട്. ആ പോക്ക് കണ്ടിട്ടാണ് സാധു ആ മുറ്റത്ത് നിന്ന് വിതുമ്പി പാടിയത്, ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. കണ്ടും കാണാതെയും അങ്ങനെ എഴുതിയത് ഈ പശ്ചാത്തലത്തിലാണ്. തന്നെ കണ്ടിട്ടും തൻ്റെ പരിചയക്കാരൻ ശീലക്കുട മറച്ചു പിടിച്ചു പോയപ്പോ ശമരിയക്കാരന്റെ ഉപമയിൽ മുറിവേറ്റവന്റെ സങ്കടം തന്നെയാണത്. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ വാതിലടയ്ക്കുന്നിടത്ത് ദൈവം വാതിൽ തുറക്കും എന്ന് ശക്തമായും വചനം നമ്മോട് പറയണുണ്ട്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കണ്ണു തുറക്കുക, അപ്പാ നന്മയ്ക്കാണ്, ആമേൻ. രണ്ടാമത്തെ കാര്യം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അങ്ങയോട് എനിക്ക് സ്നേഹമുണ്ട്, പക്ഷെ എനിക്ക് ഒത്തിരി നിബന്ധനകളുണ്ട്. ഞാനൊരു ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട്. എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിന്നു തരുന്നൊരു ദൈവത്തെ ഞാനൊരു ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഈ ഫ്രെയിമിന് പുറത്ത് എല്ലാം മറന്നപ്പാ നീയാണ് എൻ്റെ സർവം എന്ന് പറയുന്ന ഒരു സ്നേഹത്തിൻ്റെ തലം പാടാണ് നമുക്ക്. ഒരു മഴ പെയ്താൽ തീരത്തേ ഉള്ളൂ നമ്മുടെ പള്ളി. ഞാൻ അവസാനിപ്പിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ. റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വചനം ശക്തമായി നമ്മളോട് രാത്രി ഈ രണ്ട് കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുകയാണ്. ദൈവമേ, ഇത്തിരി കൂടെ അങ്ങയൊന്ന് സ്നേഹിക്കാൻ, ഇത്തിരി കൂടെ അങ്ങയുടെ പാദത്തിലൊന്നിരിക്കാൻ, ഇത്തിരി കൂടെ തമ്പുരാന്റെ മുമ്പിലൊന്നിരിക്കാൻ. 37 വർഷമായല്ലപ്പാ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. 38-ാമത്തെ വർഷമാണല്ലോ അയാൾ രക്ഷപ്പെട്ടു പോയത്. അയാൾ എവിടെ നിന്ന് കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഞാനും പറഞ്ഞിരുന്നു ഇടയ്ക്ക്, ബെത്സയിദ 38-ാമത്തെ വർഷമാണ് രക്ഷപ്പെട്ടു പോയത്. സൗഖ്യം ആഗ്രഹിച്ചു വന്നവൻ യേശുവിനെയും കൊണ്ട് മടങ്ങിയ കഥയാണെങ്കിൽ, ദൈവമേ, സൗഖ്യമോ അനുഗ്രഹമോ ഒന്നുമല്ലപ്പാ, നീ മാത്രം മതി. എൻ്റെ സ്നേഹമുള്ളവരെ, നിങ്ങൾ ഇത്ര ശ്രദ്ധയോടെ വചന താല്പര്യത്തോടെ ഈ രാത്രി വചനത്തെ പരിഗണിച്ചതിന്, കേട്ടിരുന്നതിന് ഒത്തിരി സന്തോഷം കേട്ടോ. ആ വചന ഹൃദയത്തിലേക്ക് ഇറങ്ങട്ടെ, ആ വചന ഉള്ളിലേക്ക് ക്രിയ ചെയ്യട്ടെ, നമ്മുടെ ജീവിതത്തെ നന്നായിട്ട് ബലപ്പെടുത്തട്ടെ. എല്ലാവരോടും അഭിവന്യ പിതാവിൻ്റെ സാന്നിധ്യം, എല്ലാ പട്ടക്കാരുടെയും നിറഞ്ഞ സാന്നിധ്യം, ദൈവജനത്തിൻ്റെ പ്രാർത്ഥനാപൂർവമായ സാന്നിധ്യം ഈ ബലഹീനനായ അടിയനെ ദൈവം നിർത്തിയതിന്, നിങ്ങൾ ക്ഷണിച്ചതിന് എല്ലാവരോടും സ്നേഹം, സന്തോഷം. എല്ലാ പിതാക്കന്മാരോടും ദൈവജനത്തോടും ഒരിക്കൽ കൂടെ സ്നേഹം അറിയിക്കുന്നു. ദൈവവചനത്താൽ നമ്മുടെ ഉള്ളം നിറഞ്ഞ് ആനന്ദിച്ചു മടങ്ങാൻ ഈ രാത്രി ഇടയാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹത്തിൻ്റെ പ്രണാമം.